സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF ഗാസയിൽ ഭക്ഷണ വിതരണം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഗാസയിൽ ഭക്ഷണ വിതരണം നടത്തുവാൻ വേണ്ടി. അമേരിക്കയിലുള്ള പ്രൈവറ്റ് കമ്പനികളാണ് ഈ ഭക്ഷണ വിതരണം നടത്തുന്നത്. ഈ ഭക്ഷണത്തിനുള്ള ഫൈനാൻസ്, അതിൻ്റെ ചെലവുകൾ അത് അറബ് രാജ്യങ്ങൾ വഹിക്കും. അപ്പോൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ചില പ്രത്യേക സെൻറ്ററുകളിലാണ്. ആ സെൻറ്ററുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇസ്രായേൽ പട്ടാളമാണ്. അപ്പോൾ ഇസ്രായേൽ പട്ടാളം പ്രൊട്ടക്ഷൻ കൊടുക്കും. അമേരിക്കയിലെ പ്രൈവറ്റ് കമ്പനികൾ ഭക്ഷണം വിതരണം ചെയ്യും. ഭക്ഷണത്തിൻ്റെ ആവശ്യമായ കോസ്റ്റ് അറബ് രാജ്യങ്ങൾ കൊടുക്കും. ഇതാണ് ഈ GHFൻ്റെ ഒരു സ്ട്രക്ചർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ ഭക്ഷണ വിതരണം സ്റ്റാർട്ട് ചെയ്യുകയും, പക്ഷേ ഭക്ഷണ വിതരണം ഒരു ക്യാമ്പിലാണ് അവർ തുടങ്ങി. ഒരു തുടക്കം എന്നാലും ഒരു ക്യാമ്പിൽ തുടങ്ങി. ആ തുടങ്ങിയ ക്യാമ്പിൽ അത് വലിയ കയോസിൽ അവസാനിച്ചു. കാരണം ആളുകൾ കൂട്ടത്തോടെ ഇടിച്ച് കയറി ഭക്ഷണ സാധനങ്ങൾ വാരിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം ഭക്ഷണ സാധനങ്ങൾക്ക് ക്ഷാമമുള്ള സ്ഥലമാണ്, മനുഷ്യർ പട്ടിണി കിടക്കുന്നു എന്നാണ് ലോകത്തിൽ എല്ലായിടത്തുമുള്ള പ്രചരണം. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പം അതിൽ അസ്വാഭാവികത നമുക്ക് തോന്നുകയില്ല. കാരണം പട്ടിണിയുള്ളൊരു സ്ഥലത്ത് സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ മനുഷ്യരെ ആർത്തി പിടിച്ച് വാരിക്കൊണ്ട് പോവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ സംഗതിയാണ്. പ്രത്യേകിച്ചും ഒരു അൺറൂളി ആയിട്ടുള്ളൊരു സൊസൈറ്റി, അവിടെ പോലീസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഉള്ളത്. അപ്പം ഇത് ഇസ്രായേൽ പട്ടാളം ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അവരവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഇപ്പം ഇസ്രായേൽ പട്ടാളത്തിന് സ്വാധീനമുള്ള മേഖലയിലാണ് ഈ കാര്യം നടക്കുന്നതെങ്കിൽ കൂടി അവിടെ വലിയ കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാവുകയും ഭക്ഷണ സാധനങ്ങൾ വാരിയെടുത്തുകൊണ്ട് പോവുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകത്തിലെമ്പാടും പരക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇത് ഒരുപക്ഷെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കയോസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ സംഗതിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇസ്രായേൽ പട്ടാളമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇസ്രായേൽ അവിടെ സിവിലിയൻസിനെ കൊല്ലുന്നു എന്നുള്ളതാണ് ഹമാസ് നിരന്തരമായി ലോകത്തിൻ്റെ മുൻപിൽ എടുത്തു വയ്ക്കുന്ന ഒരു തുരുപ്പുചീട്ട്. ഹമാസ് അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങളും പറയുന്ന അതാണ്, അവിടെ ഇസ്രായേൽ പൊതുജനത്തെ അല്ലെങ്കിൽ സിവിലിയൻസിനെ കൊന്നു തള്ളുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭക്ഷണ സാധനം കട്ടുകൊണ്ട് പോകുമ്പം ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇസ്രായേൽ പട്ടാളം ഈ ഭക്ഷണം മോഷ്ടിക്കാൻ വരുന്നവരെ വെടിവെക്കട്ടെ എന്നുള്ള ഒരു മോട്ടീവോടുകൂടി, താല്പര്യത്തോടുകൂടി ഒരുപക്ഷെ ഹമാസ് ഓർഗനൈസ് ചെയ്ത അല്ലെങ്കിൽ ഹമാസ് അനുകൂലമായിട്ടുള്ള ആളുകൾ ഓർഗനൈസ് ചെയ്ത, ഹമാസിൻ്റെ ഇതായിട്ടുള്ള ഈ സമൂഹത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകൾ ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയാവാൻ നല്ല സാധ്യതയുണ്ട് ഈ കയോട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾ കിട്ടിയൊരു വാരിക്കൊണ്ട് പോയി എന്നുള്ളത് ശരിയാണ്, അത് അവർ കൊണ്ടുപോട്ടെ. ധാരാളം ഭക്ഷണ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇനിയും അത് വരും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനാണ് ഈ പ്രോസസ്സ് സംഘടിപ്പിച്ചിട്ടുള്ള GHFൻ്റെ തീരുമാനം. ഇനി ഈ GHFൻ്റെ പ്രവർത്തനങ്ങളോട് യുണൈറ്റഡ് നേഷൻസ് സഹകരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ഇസ്രായേൽ പട്ടാളം കാവൽ നിന്നുള്ള ഒരു ഭക്ഷണ വിതരണത്തോട് അവർക്ക് യോജിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ പട്ടാളം കാവൽ നിന്നുള്ള ഭക്ഷണ വിതരണം എന്ന് പറയുമ്പോൾ അവിടെ ഹമാസിൻ്റെ ആളുകൾക്ക് പ്രവേശിക്കാനാവില്ല, അവിടെ ഹമാസിൻ്റെ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോകാനാവില്ല. ഇത്തരം കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഹമാസിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു പക്ഷേ അതിനകത്തൊരു പൊളിറ്റിക്കൽ മോട്ടീവ് വേണ്ടേക്കാം. പതിയെ ഹമാസ് IDFൻ്റെ നിയന്ത്രണത്തിലേക്ക്, പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് ആളുകളെ മാനസികമായി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം നിശ്ചയമായും ഇസ്രായേൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് IDFൻ്റെ നിയന്ത്രണം ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണല്ലോ, ആ നിയന്ത്രണം അവർ അംഗീകരിക്കും. അപ്പോൾ സ്വാഭാവികമായും പതിയെ ഇസ്രായേലിൻ്റെ ഹെജിമണി, ഇസ്രായേലിൻ്റെ മേക്കോമ, ഇസ്രായേലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പതിയെ അവിടുത്തെ ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ശ്രമമാവാൻ നല്ല സാധ്യതയുണ്ട് ഇത്. അപ്പം ആ സാധ്യതയോട് സഹകരിക്കുകയില്ല എന്നാണ് UN നിലപാട്. പൊളിറ്റിക്കൽ മോട്ടീവോടുകൂടി ഭക്ഷണം വിതരണം ചെയ്യാൻ സഹകരിക്കില്ല. അപ്പം ഇവിടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ നിലപാട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല, വേണ്ട. UN ഭക്ഷണ വിതരണമായിട്ട് അമേരിക്ക നേരത്തെ തന്നെ ചൊല്ലിട്ടതാണ്, നിങ്ങളുടെ കൂടെ ഞങ്ങൾ കൂടില്ല. കാരണം അതിനകത്ത് മുഴുവൻ ഹമാസ് നുഴഞ്ഞു കയറി, ഹമാസിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അവിടെ UN പ്രവർത്തകരായിട്ട് വേഷം മാറി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഭക്ഷണ വിതരണം അവിടെ നടക്കുന്നു. ഈ ഭക്ഷണം പിടിച്ചു പറിച്ചുകൊണ്ടായ പ്രശ്നം ഉണ്ടാകുന്നെങ്കിലും ഭക്ഷണ വിതരണം കണ്ടിന്യൂ ചെയ്യും എന്നാണ് GHF അറിയിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു. ഇനി ഇന്ന് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു വാർത്താ വിശകലനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളായിട്ട് ഹമാസിനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അത് നെതന്യാഹു അനുകൂല ലേഖനമൊന്നുമല്ല. ആ ലേഖനത്തിൽ അവർ പറയുന്നത് വാസ്തവത്തിൽ നെതന്യാഹുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഹമാസ് ചെയ്തത് എന്നാണ് ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. കാരണം ഇവർ ഈ ഇസ്രയേലിൽ പ്രവേശിച്ച് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യുമ്പോൾ
ഈ നെതന്യാഹു എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും സാധാരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു തിരിച്ചടി, അത് 1, 2, 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു തിരിച്ചടിക്ക് ശേഷം അവസാനിപ്പിക്കേണ്ടതാണ്. നേരെ മറിച്ച് ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഹമാസ് അവരുടെ തന്നെ ജനത്തെ കൊലക്കി കൊടുത്തു, ഒന്നാമത്തെ വിഷയം. 2, അവരുടെ സ്ട്രോങ്ങസ്റ്റ് അലയായിട്ടുള്ള ഇറാനെ വലിയ കുഴപ്പത്തിൽ കൊണ്ട് ചാടുകയും ചെയ്തു. ഇറാൻ ആ മേഖലയിൽ ഒരു ഒരു വലിയ രൗദ്രഭാവം സ്വീകരിച്ച് നിലകൊണ്ടിരുന്ന, തങ്ങൾ വലിയ ശക്തിയാണ് എന്ന് അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിനവർ പ്രധാനമായിട്ടും ഉപയോഗിച്ച അവരുടെ മെർസണറീസിനെയാണ്, കൂലിപ്പട്ടാളത്തെയാണ്. അവരുടെ കൂലിപ്പട്ടാളം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഈ ഹമാസും ഒക്കെ തന്നെയാണ് അവരുടെ കൂലിപ്പട്ടാളം എന്ന് പറയുന്നത്. ഹൂത്തികളും ഒക്കെയാണ് അവരുടെ കൂലിപ്പട്ടാളം. അപ്പോൾ ഇതൊക്കെ ഇറാന്റെ കൂലിപ്പട്ടാളമാണ്. ഈ കൂലിപ്പട്ടാളങ്ങളെ വെച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇവർ ഇസ്രായേലിനെ മാത്രമല്ല വരിഞ്ഞു മുറുക്കിയിരുന്നത്. ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്നതിനേക്കാളേറെ ഇവർ വരിഞ്ഞ് മുറുക്കിയിരുന്നത് അറബ് രാജ്യങ്ങളാണ്, അറബ് സുന്നി രാജ്യങ്ങളാണ്. അറബ് സുന്നി രാജ്യങ്ങൾക്കൊന്നും കൊള്ളാവുന്നൊരു പട്ടാളമില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ മുതലേ പറയുന്ന ഒരു സംഗതിയാണ്. കാരണം ഇതൊക്കെ രാജഭരണത്തിലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാജഭക്തി അല്ലാതെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യർക്കില്ല. തങ്ങളുടെ രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനുവേണ്ടി മിലിറ്ററിയിൽ സെർവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഈ അറബ് രാജ്യങ്ങളിൽ ഒന്നിലും, രാജാക്കന്മാർ ഭരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഒന്നിലും. നേരെ മറിച്ച് ഇറാനിൽ ഷെയായുടെ ഭരണകൂടമുള്ള കാലം തന്നെ സെമി ഡെമോക്രാറ്റിക്കാണ്. അപ്പോൾ ആ കാലം മുതൽ തന്നെ അവർക്ക് നല്ല പട്ടാളമുണ്ട്. അതിനുശേഷം ഈ ഒരു ഭരണം വന്ന ശേഷം, ഈ തിയോക്രാറ്റിക് മതനേതൃത്വത്തിന്റെ ഭരണം വന്ന ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് പട്ടാളമുണ്ട്. ഏകദേശം 9 ലക്ഷത്തോളം വരുന്ന ഒരു മിലിറ്ററി ഇറാനുണ്ട്. വേറെ ഒരു അറബ് രാജ്യത്തിനും അത്രയും പവർഫുൾ ആയിട്ട് മിലിറ്ററി ഇല്ല. ഈ 9 ലക്ഷത്തോളം വരുന്ന മിലിറ്ററിയും കൂടാതെ ഈ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തിയും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ചേർന്ന് എല്ലാ അറബ് രാജ്യങ്ങളെയും ഒരു വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഈ നെതന്യാഹുവിനെ കയറി ആക്രമിക്കുക വഴി, അല്ലെങ്കിൽ ഇസ്രായേലിനെ കയറി ആക്രമിക്കുക വഴി ഹമാസ് കുടത്തിലടച്ചൊരു ഭൂതത്തെ തുറന്നു വിട്ടതുപോലെ ഇസ്രായേൽ IDF-നെ തുറന്നു വിടുകയും IDF നിരവധിയായിട്ടുള്ള ഹമാസിനാൽ ഭരിക്കപ്പെടുന്ന ജനത്തെ കൊന്നൊതുക്കിയെന്ന് മാത്രമല്ല ഹിസ്ബുള്ളയെ തീർത്തു, ഇറാന്റെ എല്ലാ കൈകളും വെട്ടിക്കളഞ്ഞു. സിറിയയിൽ ഉണ്ടായിരുന്ന അവരുടെ സ്വാധീനം പരിപൂർണമായും അവസാനിപ്പിച്ചു. ലെബനോണിൽ ഉണ്ടായിരുന്നവരുടെ സ്വാധീനം പരിപൂർണമായും അവസാനിപ്പിച്ചു. ഇറാഖിലുണ്ടായിരുന്ന അവരുടെ സ്വാധീനം പരിപൂർണമായും അവസാനിപ്പിച്ചു. സിറിയയിൽ ഭരണമാറ്റം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഹോൾഡ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ലെബനോണും സിറിയയും ഇസ്രായേൽ പറയുന്നത് കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഈ റീജിയനിൽ അവരുടെ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീർന്നു. ഇറാഖിലും അവരുടെ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീർന്നു. അങ്ങനെ ഈ ഹമാസിനെ സഹായിക്കാൻ നിന്ന് ഇറാന്റെ എല്ലാ കൈകളും അരിയാനുള്ള സാഹചര്യം ഈ ഹമാസ് ഇസ്രായേലിന് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നെതന്യാഹുവിന് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഹമാസ് ചെയ്തത്, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. ആ അവസരം ഉപയോഗിച്ച നെതന്യാഹു എന്ന് പറയുന്ന ഈ പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യൻ, അയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അച്ചീവ് ചെയ്തെടുക്കുകയും അതിൻ്റെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടായതുപോലെ തന്നെ അമേരിക്കയും അതിൻ്റെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ട്രംപിൻ്റെ ഈ പ്രാവശ്യത്തെ ഈ അറബ് രാജ്യങ്ങളിലുള്ള വിസിറ്റ് ഇത്രത്തോളം വിജയകരമാവാനുള്ള പ്രധാന കാരണം അവർക്ക് ഇറാനെ പേടിക്കേണ്ട എന്നുള്ള സംഗതിയാണ്. ഇറാനെ പേടിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, അവരുടെ ഈ കൂലിപ്പട്ടാളത്തെ പേടിച്ച്. 2, ഇവരുടെ റെട്ടാറിക്, അതായത് എല്ലാം ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുന്നതെന്ന് ഇസ്ലാമിക ലോകത്തിൽ ഇവർ നടത്തുന്ന ഒരു പരസ്യം. അമേരിക്കയുടെ കീഴിൽ പോയി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു പരസ്യമുണ്ട്. ഈ പരസ്യം ചെയ്യുന്ന നാക്കും വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇറാന്റെ ശബ്ദത്തിന് ഇന്ന് ലോകത്തിൽ ലെവലേശം വിലയില്ലാതായി. കാരണം ഇറാൻ ഒന്നുമല്ല എന്നുള്ളത് ഇസ്രായേൽ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തു. ശക്തിയില്ലാത്തവനെ ആരും വില വയ്ക്കില്ല. നിലവിളിക്കൊക്കെ അത്രയും സ്വാധീനമുള്ളൂ. നേരെ മറിച്ച് ശക്തിയുള്ളവൻ പറയുമ്പോൾ അത് കേൾക്കും. ട്രംപിന്റെ പവർ അതാണ്. ശക്തിയുള്ള ഒരു രാജ്യത്തിന്റെ തലപ്പത്ത് അതിന്റെ പ്രീമിയം ചെയറിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ട്രംപിന്റെ മിടുക്ക്. അല്ലാതെ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം മിടുക്കുള്ളവനാണെന്നുള്ളത് ഈ ചെറിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചു. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് ഭയങ്കര വിലയുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേഷന്റെ പ്രസിഡന്റിന്റെ ചെയറിലാണ് അയാൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ കരുത്തുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ അറബ് റീജിയനിൽ നിന്ന് കിട്ടിയ ഈ മെച്ചം, അദ്ദേഹത്തിന് വേണ്ടത് എപ്പോഴും ഫിനാൻഷ്യൽ പ്രോഫിറ്റുകളാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് ലാഭം, ഇല്ല രാജ്യത്തിന് ലാഭം. ഈ ലാഭങ്ങളെല്ലാം ലഭിക്കാനുണ്ടായ അടിസ്ഥാന കാരണം നെതന്യാഹു അവിടെ ഉണ്ടാക്കി വെച്ച അച്ചീവ്മെന്റുകളാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ഷെയർ ചെയ്യാൻ പുള്ളി തയ്യാറല്ല. പുള്ളിയെല്ലാം പുള്ളിയുടെ നേട്ടമാണ്, എന്റെ നേട്ടമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ വിഷയത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നും ഒരു ഹീറ്റഡ് ഡിസ്കഷൻ ഉണ്ടായി എന്നുമൊക്കെ ഈ ദിവസങ്ങളിൽ പത്രവാർത്തകൾ വരുന്നുണ്ട്. അപ്പം നേരെ മറിച്ച് ഇത് ഇസ്രായേലിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ അറബ് രാജ്യങ്ങളെല്ലാം ഏകദേശം തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സംഗതി. കാരണം ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തെ, അല്ലെങ്കിൽ അതിൻ്റെ കൈകളെ, ഈ ഇറാൻ എന്ന രാജ്യത്തെക്കാളേറെ അതിൻ്റെ ഇത്തരം കൈകളെയാണ്. ഈ കൈകളെ ഇനി പേടിക്കേണ്ടതില്ല, അതെല്ലാം വെട്ടിക്കളഞ്ഞു. കൂടാതെ അവരുടെ റെട്ടാറിക്
ഈ പരസ്യം ഇസ്ലാമിക ലോകത്ത് ഈ മറ്റ് അറബ് അക്കോർഡിൽ ഒപ്പിടുക വഴി മുസ്ലിങ്ങളെ ചതിക്കുകയാണ് എന്ന നിലയിലുള്ള ഒരു റെട്ടോറിക്, ആ റെട്ടോറിക്കും ഇനി വില പോവുകയില്ല. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം ഇനി അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാം. അവർ അബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ടാൽ അതിൻ്റെ പ്രാഥമികമായ മെച്ചം കിട്ടുന്നത് ഇസ്രയേലിനാണെങ്കിലും അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് നിശ്ചയമായും അമേരിക്ക കിട്ടും. കാരണം ഇസ്രയേലിലൂടെ നീളുന്നത് അമേരിക്കയുടെ സ്വാധീനമാണ്. അമേരിക്ക സാമ്പത്തികമായി മെച്ചമുണ്ടാകും, മാത്രമല്ല സൈനികമായും മെച്ചമുണ്ടാകും. അത് മിഡിൽ ഈസ്റ്റിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ നെതന്യാഹു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും എണ്ണാറില്ല. ഇപ്പം വേണമെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പേരെടുക്കുവാൻ ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഗാസയിലെ ഓപ്പറേഷൻസ് അവസാനിപ്പിക്കാം. ഗാസയിലെ ഓപ്പറേഷൻസ് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന് നല്ല മനുഷ്യൻ എന്നുള്ള പേര് കിട്ടും. ആ 2 സ്റ്റേറ്റ് തിയറി, അതായത് പാലസ്തീൻ രാഷ്ട്രം എന്നുള്ള സംഗതി അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ അദ്ദേഹം എടുക്കാനാവും. വേണമെങ്കിൽ നോബൽ പ്രൈസും അദ്ദേഹത്തിന് വാങ്ങിപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് നിൽക്കുകയില്ല. കാരണം അദ്ദേഹത്തിനൊരു കോസ് ഉണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ കോസ് ജൂയിഷ് കോസ് എന്ന് പറയുന്ന സംഗതിയാണ്. സയോണിസം എന്ന് പറയുന്നത് സ്ട്രോങ് നാഷണാലിറ്റിയാണ്, അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് നാഷണാലിറ്റിയാണ്. ആ സയോണിസം എന്നുള്ളത് വളരെ ഡീപ്പ് റൂട്ടായിട്ടുള്ള ജുദായിസത്തിലേക്ക് അല്ലെങ്കിൽ മതപരമായ ഒരു ചിന്തയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നെതന്യാഹു ചെയ്തിട്ടുള്ള സംഗതി. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട സംഗതിയാണ്. ഇന്ന് അവിടെ ഇസ്രായേലിൽ നിലനിൽക്കുന്നത് സയോണിസത്തെക്കാൾ ഏറെ അൾട്രാ ഓർത്തഡോക്സ് ജുദായിസമാണ്. അവർ മിശിഹായുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനം, 3-ാം ജെറുസലേം ദേവാലയം പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ജനം, ഇസ്രായേൽ പഴയ സ്ട്രക്ചറിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ജനം, ഈ ജനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നെതന്യാഹു ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് നന്നാവുമോ മോശമാവുമോ എന്നുള്ളതല്ല, അദ്ദേഹം നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഹമാസിനെ പരിപൂർണമായും കീഴടക്കി. ഇപ്പോൾ 80% പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായി എന്ന് ഹമാസ് തന്നെ സമ്മതിക്കുന്നു. ഓൺലി റിമൈനിങ് 20%. ആ 20% കൂടി കിട്ടാതെ എന്ന് പറഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായും അവിടെ നിന്ന് അരിച്ചു നീക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നാണ് ഇന്ന് വരെയുള്ള നെതന്യാഹുവിൻ്റെ നിലപാട്. നാളെ അദ്ദേഹം നിലപാട് മാറ്റുമെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അത് മാറ്റാൻ സാധ്യതയില്ല. അപ്പോൾ അവസാനത്തെ ആളെ വരെ അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ യുദ്ധം നിർത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹോസ്റ്റേജസ് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് 20 ലിവിങ് ഹോസ്റ്റേജസ് ഉണ്ട്. നേരെ മറിച്ച് ഹമാസ് പറയുന്നത് 10 പേരേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അവരെപ്പോഴും ഈ ലിവിങ് ഹോസ്റ്റേജസിനെ കയ്യിൽ സൂക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ കണക്കിനെ സംബന്ധിച്ച് ഒരിക്കലും സത്യം പറയാൻ. അപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ തെറ്റുന്നത് ഈ അറബ് വേൾഡിനെ അല്ലെങ്കിൽ ഈ ഇറാനെ അല്ലെങ്കിൽ ഹമാസിനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ട്രംപ് പറയുന്നത് ഇറാനുമായി ഡിപ്ലോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് ഒരു കരാറിലെത്താൻ പറ്റും. അത് ഇസ്രായേൽ 100% സ്യൂട്ടബിൾ ആയിട്ടുള്ള കരാറിലെത്താൻ പറ്റും എന്നുള്ളതാണ് ട്രംപിൻ്റെ ആർഗ്യുമെന്റ്. അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി ക്രിസ്റ്റി നോയം എന്ന് പറയുന്ന ലേഡി, ഷീ ഈസ് ആക്ച്വലി US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയാണ്. അവരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിസിറ്റ് ചെയ്തിരുന്നു. ഇസ്രായേൽ വിസിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ കൺക്ലൂഷൻ ട്രംപിനെ അറിയിച്ചു കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഹീറ്റഡ് ഡിസ്കഷൻ ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റഡ് ഡിസ്കഷനിൽ ട്രംപ് അവകാശപ്പെട്ടത് ഡിപ്ലോമാറ്റിക് സൊല്യൂഷനാണ് ഇറാനുമായിട്ടുള്ള കാര്യത്തിൽ വേണ്ടത്. ഇറാനെ അദ്ദേഹം പറയുന്ന വഴി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ സാധിക്കുകയില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. കാരണം അദ്ദേഹം ചെറുപ്പകാലം മുതൽ ഈ പ്രദേശത്ത് ജീവിക്കുന്നയാളും ഇവരോട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളുമാണ്. ഇവരുടെ സ്വഭാവം ഏത് തരത്തിലാണെന്നും ഇന്ന് പറയുന്നത് നാളെ പറയാത്തവരാണെന്നും വടിവെക്കുന്നിടത്ത് കുടവയ്ക്കാത്തവരാണെന്നും അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം വഴക്കല്ല, അത് രണ്ടുപേരുടെ നിലപാടുകളാണ്. ആ നിലപാടുകൾ അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും ശരി, ഈ ഹമാസ് കാണിച്ച ഒരു വിഡ്ഢിത്തരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 സ്റ്റേറ്റ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ പാലസ്തീനെ അംഗീകരിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കുമായിരുന്ന ഒരു നിലയിൽ നിന്ന് വളരെ വികലമായൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ ഹമാസിന് സാധിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ സംഗതിയാണ്. അത് വെസ്റ്റ് ബാങ്കിലാണെങ്കിലും ശരി, ഈ ഗാസയിലാണെങ്കിലും ശരി, കൂടുതൽ സെറ്റിലേഴ്സിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നെതന്യാഹു നടത്താൻ സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഹമാസ്. വാസ്തവത്തിൽ ഈ ഇസ്രായേലിനെ ആക്രമിക്കുക വഴി ചെയ്തത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരു ന്യായീകരണം കൊടുക്കുകയും നെതന്യാഹുവിന് ആക്രമിക്കുവാനുള്ള ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കുകയുമാണ് ഹമാസ് ചെയ്തത്. വാസ്തവത്തിൽ ലോകത്തിൽ ഇതുപോലെ സ്വന്തം ജനത്തോട് ചതിവ് കാട്ടിയ ഒരു പ്രസ്ഥാനം വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല.